ഞാൻ ശരീരം മാത്രല്ല, ഞാൻ കാടിന്റെ പാരമ്പര്യ അവകാശിയാണ്. ചോദിക്കുന്നവരും അവരുടെ അവകാശങ്ങളും മരിക്കില്ല, ഞാനും മരിക്കില്ല. ആരും എന്നെ കാടുകളിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. ആ ഉലാദുൽ ഗുലാൽ നാം ഈ ലോകത്തെ കുലുക്കി മാറ്റും. ഉൽഗുലാൻ എന്നതിന്റെ അർത്ഥം അതിരുരഹിതമായ ശബ്ദം, ദ ഗ്രേറ്റ് ട്യൂമൾ എന്നാണ്. ബിർസ മുണ്ടയുടെ ഓർമ്മയ്ക്കായി എഴുതിയ ഈ വരികൾ അവകാശപ്പെടുന്നത് ബിർസ മുണ്ടയുടെ പ്രസ്ഥാനമായ ഉൽഗുലാൻ 21ാം നൂറ്റാണ്ടിന്റെ 2ാം ദശകത്തിലും തുടരുകയാണെന്നാണ്. ഉൽഗുലാൻ ഒരു പ്രസ്ഥാനമാണ്. ആദിവാസികൾക്ക് ജലം, കാട്, ഭൂമി എന്നിവയിൽ അവകാശം ഉറപ്പാക്കാനുള്ള ഉൽഗുലാൻ പ്രസ്ഥാനമാണ്. മതപരിവർത്തനത്തിനെതിരായ പ്രതിഷേധം എന്തുകൊണ്ടാണ്? ഈ ഉൽഗുലാൻ എന്ന പോരാട്ടം എങ്ങനെ വെറും 700 ആദിവാസികള് ബ്രിട്ടീഷ് ഭരണത്തെ മുട്ടുകുത്താൻ നിർബന്ധിതരാക്കി എന്നതും അതിന്റെ ഭാഗമാണ്. ആദിവാസികൾ ജന്മം ധരിച്ച് ശാകാഹാരം സ്വീകരിച്ച് ഒരേ ദൈവത്തിന്റെ മുദ്രാവാക്യം ഉയർത്തി മിഷണറിമാരുടെ മുന്നിൽ വലിയൊരു വെല്ലുവിളി എങ്ങനെ സൃഷ്ടിച്ചു എന്നതും നാം ഓരോന്നായി നോക്കാം. നമസ്തേ ജി, ഞാൻ ഹർപ്രീത് കൗറാണ്. ഇത് 8-18-90-77 നവംബർ മാസത്തിലെ കഥയാണ്. ഒരു ആദിവാസി ബാലനെ മുഴുവൻ 2 വർഷം 12 ദിവസം ജയിലിൽ കഴിച്ചു കഴിഞ്ഞ് വിട്ടയക്കുകയായിരുന്നു. അവനോടൊപ്പം 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഒന്ന് ഡോങ്ക മുണ്ടയും മറ്റേത് മജിയ മുണ്ടയും. ഇവരെയും അവനോടൊപ്പം വിട്ടയക്കുകയായിരുന്നു. ഈ മൂവരും ചേർന്ന് ജയിലിന്റെ പ്രധാന വാതിലിലേക്ക് നീങ്ങി. ജയിലിലെ ക്ലാർക്ക് മോചനത്തിന്റെ രേഖകളോടൊപ്പം വസ്ത്രങ്ങളുടെ ഒരു ചെറിയ കെട്ടും നൽകി. യുവ ആദിവാസി ബാലൻ തന്റെ പഴയ സാധനങ്ങളിൽ ഒരു നോക്കിട്ടു. അതിൽ തന്റെ ചപ്പലും പഗ്ഡിയും ഇല്ലെന്ന് കണ്ടപ്പോ അവൻ അല്പം വിഷമിച്ചു. ആ ബാലൻ തന്റെ കൂട്ടുകാരന്റെ ചപ്പലും പഗ്ഡിയും എവിടെയാണ് എന്ന് ചോദിച്ചപ്പോ ജയിലർ മറുപടി പറഞ്ഞു, കമ്മീഷണർ ഫോബ്സിന്റെ ഉത്തരവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചപ്പലും പഗ്ഡിയും നൽകരുത് എന്നത്. കാരണം വലിയ ജാതിക്കാരും ഭൂസ്വാമികളും സാമ്പത്തികശാലികളും മാത്രമാണ് ചപ്പലും പഗ്ഡിയും ധരിക്കാൻ അനുവാദമുള്ളത്. അതിനു മുമ്പ് തന്നെ ആ ആദിവാസി ബാലന്റെ കൂടെ എന്തോ പറയാൻ പോകുമ്പോ ആ ബാലൻ കയ്യാൽ സൂചിപ്പിച്ച് അവരെ മൗനത്തിലിരിക്കാൻ പറഞ്ഞു. അവൻ സാധനങ്ങൾ എടുത്ത് ജയിൽ ഗേറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഏകദേശം 25 പേർ അവന്റെ വരവിന് കാത്തു നിൽക്കുകയായിരുന്നു. ആ ബാലനെ കണ്ടത് മാത്രം അവര് വിളിച്ചു, ബിർസ ഭഗവാന്റെ ജയ്. ആ ബാലൻ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ദൈവമെന്ന് വിളിക്കേണ്ടതില്ല. ഈ പോരാട്ടത്തിൽ നമ്മൾ എല്ലാവരും സമാനരാണ്. അപ്പോൾ ആ ബാലന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ മറ്റൊരു പേരിലും വിളിച്ചിരുന്നു, ധർത്തിയാബ. ഇനി മുതൽ ഞങ്ങൾ നിങ്ങളെ ഈ പേരിലാണ് വിളിക്കുക. അവസാനം ആരായിരുന്നു ഈ ആദിവാസികളുടെ ദൈവമായ ബിർസ? എങ്ങനെ അവർക്ക് വളരെ ചെറുപ്പത്തിൽ ധർത്തിയാബ എന്ന ബഹുമതി ലഭിച്ചു? കഥ മനസ്സിലാക്കൂ. വർഷം 8-17-74 അപ്പോൾ ബംഗാൾ പ്രസിഡൻസി ഉണ്ടായിരുന്നു. ആ പ്രസിഡൻസിയിൽ ഒരു സ്ഥലം ഉളിഹാദു എന്നത് ഇന്നത് ജാർഖണ്ഡിലെ കോട്ടി ജില്ലയിലാണ്. ഉളിഹാദുവിൽ ഒരു ജമീന്ദാറിന്റെ സ്ഥലത്ത് ബഡായി കൃഷി ചെയ്യുന്ന ഒരു കുടുംബത്തിൽ സുക്ന മുണ്ടയും അവരുടെ ഭാര്യ കർമ്മിയും ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. പേരിട്ടത് ബിർസ. മുഴുവൻ പേര് ബിർസ മുണ്ട. കുറച്ച് വലുതായപ്പോ മൗസയുടെ വീട്ടിൽ പഠിക്കാൻ പോയി. കുടുംബത്തില് ക്രിസ്ത്യൻ മിഷണറികളുടെ സ്വാധീനം ഉണ്ടായിരുന്നു. അതിനാൽ അവനെ ചൈബാസയിലെ ഒരു ജർമ്മൻ ക്രിസ്ത്യൻ മിഷൻ സ്കൂളിൽ ചേർത്തു. ഈ കാലഘട്ടത്തിൽ ജർമ്മൻ ലൂഥറൻ ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്കോ ക്രിസ്ത്യാനികളും ഭൂമി സംബന്ധിച്ച പ്രക്ഷോഭങ്ങൾ നടത്തുകയായിരുന്നു. ഒരു ദിവസം ചൈബാസ മിഷനറി പ്രസംഗം നടത്തുമ്പോൾ ഒരു പാതിരി ദൈവരാജ്യത്തിന്റെ സിദ്ധാന്തത്തെക്കുറിച്ച് വിശദമായി വിശദീകരിച്ചു. ഈ പ്രസംഗം കേൾക്കുന്നവരിൽ ബിർസയും ഉണ്ടായിരുന്നു. പാതിരി പറഞ്ഞു, അവർ ക്രിസ്ത്യാനികളായി തുടരുകയും അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്താൽ അവരുടെ നഷ്ടപ്പെട്ട ഭൂമി തിരികെ നൽകുമെന്ന്. ഈ കാര്യത്തില് ബിർസക്കും മറ്റാളുകൾക്കും വലിയ ആഘാതം ഉണ്ടായി. അതേസമയം തന്നെ ബിർസ പാതിരിയെയും മിഷനറിമാരെയും വളരെ കഠിനമായ വാക്കുകളിൽ വിമർശിച്ചു. ഇതിന്റെ ഫലമായി ബിർസയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1882 പാസാക്കിയിരുന്നു. അതിലൂടെ ആദിവാസികൾക്ക് കാടിന്റെ അവകാശം നഷ്ടമാക്കപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ ആദിവാസികളിലെ അവരുടെ നിയമങ്ങൾ കർശനമായി നടപ്പാക്കാൻ തുടങ്ങി. ബ്രിട്ടീഷുകാര് ജമീന്ദാരി സംവിധാനം കൊണ്ടുവന്ന് ആദിവാസികൾ കൂട്ടായ്മയായി കൃഷി ചെയ്തിരുന്ന ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു. ജമീന്ദാരികളും ദലാലികളും തമ്മിൽ ഗ്രാമങ്ങൾ വിഭജിച്ച് പുതിയ വരുമാന സംവിധാനം നടപ്പാക്കി.
അതിനുശേഷം ആരംഭിച്ചു ബ്രിട്ടീഷുകാരും തഥാകഥിത ജമീന്ദാരികളും മഹാജനികളും ചേർന്ന് നിരപരാധിയായ ആദിവാസികളെ ചൂഷണം ചെയ്യുന്നത്. ഇതിനിടയിൽ ബിർസ ബാല്യത്തിൽ നിന്ന് കിശോരാവസ്ഥയിലേക്കും പിന്നീട് യുവാവസ്ഥയിലേക്കും എത്തുന്നു. ആദിവാസികളുടെ ദാരിദ്ര്യത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്താനും അതിന് പരിഹാരം കാണാനുള്ള മാർഗങ്ങൾ ആലോചിക്കാനും അദ്ദേഹം തുടങ്ങുന്നു. കാരണം ആദിവാസികളുടെ അക്ഷരാസ്യതയുടെ പ്രയോജനമെടുത്ത് ഗ്രാമത്തിലെ ജമീന്ദാരുകളും മഹാജനകളും അവരെ അന്യായമായ പലിശ കുഴപ്പത്തിൽ കുടുക്കി അവരുടെ ഭൂമി കൈപ്പറ്റുകയായിരുന്നു. ആദിവാസികളുടെ കടം ദിവസേനയും കൂടിക്കൊണ്ടിരുന്നു. മഹാജനകൾക്കും വേണ്ടിയിരുന്നത് അതെ, ആദിവാസികളുടെ കടം കൂടട്ടെ, പിന്നെ വയലിന്റെ പാട്ടും എഴുതി വാങ്ങാം. അതിനുശേഷം ആദിവാസികൾ വയലിൽ ജോലി ചെയ്യട്ടെ, പാലക്ക് ചുമക്കട്ടെ, അവരുടെ അജ്ഞാനിയായ കുട്ടികൾ വയലിൽ സൗജന്യമായി കാവൽ നിൽക്കട്ടെ. അവസാനം അതാണ് സംഭവിച്ചത്. ആദിവാസികള് തങ്ങളുടെ സ്വന്തം ഭൂമിയിൽ തന്നെ അടിമകളായി മാറി. ആദിവാസികളുടെ അവസ്ഥ വളരെ മോശമായി തുടങ്ങി. അവരുടെ മേൽ ക്രിസ്ത്യാനിത്വം തള്ളിക്കൊടുക്കാൻ തുടങ്ങി. അവരെ ക്രിസ്ത്യാനികളാക്കാൻ ശ്രമിച്ചു. പ്രലോഭനമായി പറഞ്ഞത് ക്രിസ്ത്യാനിയായാൽ അവന് തന്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കുമെന്നായിരുന്നു. 1085 വർഷം വരുമ്പോൾ ബിർസയുടെ പ്രായം ഏകദേശം 19 ആയിരുന്നു. ഈ 19 വയസ്സുള്ള യുവ വിപ്ലവകാരി ഇംഗ്ലീഷുകാർ കൊണ്ടുവന്ന ജമീന്ദാരി സമ്പ്രദായത്തെയും വരുമാന വ്യവസ്ഥയെയും എതിർത്തും മതപരിവർത്തനത്തെയും കാടും ഭൂമിയുമായി ബന്ധപ്പെട്ട പോരാട്ടത്തെയും ആരംഭിച്ചു. ബിർസ പലിശക്കാരായ മഹാജനകളെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചു. ഇത് വെറും കലാപം മാത്രമായിരുന്നില്ല. ആദിവാസി അസ്തിത്വം, സ്വയം ഭരണം, സംസ്കാരം എന്നിവ സംരക്ഷിക്കാൻ വേണ്ടി നടന്ന ഒരു സമരമായിരുന്നു ഇത്. ഈ സമരത്തിന് പേരായിരുന്നത് ഉയ് ഗുലാൻ ആയിരുന്നു. അതിന്റെ മുദ്രാവാക്യമായിരുന്നത് അബുവ രാജ് ഹെറ്റജാന, റാണി രാജ് ടുണ്ടുജാന എന്നതായിരുന്നു. മുണ്ടരാജ ആരംഭിച്ചിരിക്കുന്നു, മഹാറാണിയുടെ ഭരണകാലം അവസാനിച്ചിരിക്കുന്നു. ബിർസ മുണ്ട തന്റെ ജനങ്ങൾക്ക് ഉത്തരവിട്ടു. അവർ സർക്കാർക്ക് ഒരു നികുതിയും നൽകരുതെന്നും മതപരിവർത്തനത്തിന് മറുപടിയായി ബിർസ വൈദിക നിയമങ്ങൾ പ്രഖ്യാപിച്ചു. നാം മാംസം, മദ്യം, ഖൈനി, ബീഡി എന്നിവയെ എത്ര വില കൊടുത്താലും സ്പർശിക്കില്ല. വസ്ത്രങ്ങളിൽ വെളുത്ത നിറത്തിലുള്ള കോട്ടൺ തുണി മാത്രമേ ഉപയോഗിക്കൂ. ജനം ധരിക്കും, പ്രകൃതി ആരാധിക്കും. അത് അർത്ഥമാക്കുന്നത് ബിർസയാണ് ആദ്യം ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് തന്റെ ജനങ്ങളെ അകറ്റി ശുദ്ധമായ വൈദിക കാലഘട്ടത്തിലെ നിയമങ്ങൾ പ്രഖ്യാപിക്കുകയും അബുവാഡിസും അബുവ രാജ് എന്നത് അഥവാ നമ്മുടെ ദേശം, നമ്മുടെ രാജ് എന്ന മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്തു. കണ്ണു തുറന്നതോടെ ചെറിയ നാഗ്പൂരിലെ എല്ലാ ആദിവാസികളും കാടിന്മേൽ അവകാശവാദത്തിനായി ഒന്നിച്ചു. ഇംഗ്ലീഷ് സർക്കാരിന്റെ അടിത്തറ തളർന്നുപോയി. മഹാജൻ, ജമീന്ദാരുകളും സാമന്തരും ഉൽഗുലാന്റെ ഭയത്തിൽ വിറയിച്ചു തുടങ്ങി. ഇംഗ്ലീഷ് സർക്കാർ ബിർസയുടെ ഉൽഗുലാനെ അടിച്ചമർത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ ആദിവാസികളുടെ ഗറില്ല യുദ്ധത്തിന് മുന്നിൽ അവർക്ക് പരാജയമേ നേരിടാൻ കഴിഞ്ഞു. 1897 നിന്ന് 200 വരെ ആദിവാസികളും ഇംഗ്ലീഷ് സൈനികരും തമ്മിൽ യുദ്ധങ്ങൾ തുടർന്നു. ബിർസയും അദ്ദേഹത്തിന്റെ അനുയായികളും ഇംഗ്ലീഷുകാരുടെ മൂക്ക് വലിച്ചു. ബിർസയെ ആദ്യമായി 24 ഓഗസ്റ്റ് 18 ബിർസയെ 1995 അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് 2 വർഷം തടവ് ശിക്ഷ ലഭിച്ചു. ഇതിനുശേഷം ബിർസ മുണ്ടയെ മുഴുവൻ 2 വർഷം 12 ദിവസം കഴിഞ്ഞ് നവംബർ 1997 മോചിപ്പിച്ചു. ബിർസ മുണ്ട ജയിൽ വിട്ട് പുറത്തു വന്നപ്പോൾ ഏകദേശം 25 പേര് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ കാത്തുനിന്നിരുന്നു. ആദ്യം പറഞ്ഞതുപോലെ അവർ ബിർസ മുണ്ടയെ കണ്ടതു മാത്രം ബിർസ ഭഗവാന്റെ ജയ് എന്ന് വിളിച്ചു. അതിനുശേഷം ബിർസ മുണ്ട പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ ദൈവം എന്ന് വിളിക്കേണ്ടതില്ല, കാരണം ഈ പോരാട്ടത്തിൽ നമ്മൾ എല്ലാവരും സമാനരാണ്. ബിർസ മുണ്ടയുടെ ഇത് ആദ്യത്തെ അറസ്റ്റ് ആയിരുന്നു. എന്നാൽ ജയിൽ വിട്ട് വന്നപ്പോൾ ബിർസ കൂടുതൽ കടുത്ത എതിരാളിയായി മാറിയിരുന്നു. 888 മുതൽ 99 വർഷങ്ങളില് അനേകം രാത്രിയോഗങ്ങൾ സംഘടിപ്പിച്ചു. അവയില് ബിർസ മുണ്ട തേക്കേദാരുകളെയും ജമീന്ദാരുകളെയും രാജാക്കളെയും ഹാക്കിമുകളെയും ക്രിസ്ത്യാനികളെയും കൊല്ലണമെന്ന് പറയുകയും ശത്രുവിന്റെ തോക്കുകളും ബുള്ളറ്റുകളും വെള്ളമായി മാറുമെന്ന് പറയുകയും ചെയ്തു. ഭയപ്പെടേണ്ട, എന്റെ സാമ്രാജ്യം ആരംഭിച്ചിരിക്കുന്നു. സർക്കാരിന്റെ ആധിപത്യം അവസാനിച്ചിരിക്കുന്നു. അവരുടെ തോക്കുകൾ മരത്തിലേക്ക് മാറും. എന്റെ സാമ്രാജ്യത്തിന് ഹാനി വരുത്താൻ ശ്രമിക്കുന്നവരെ വഴിയിൽ നിന്ന് മാറ്റിക്കളയൂ. ഈ സമ്മേളനങ്ങളില് ബ്രിട്ടീഷ് രാഷ്ട്രത്തിന്റെ പുത്തലങ്ങൾ കത്തിക്കുകയും മുണ്ട ജനങ്ങൾ വലിയ ഉത്സാഹത്തോടെ ഈ പാട്ട് പാടുകയും ചെയ്തു. കറ്റോക് ബാബ, കറ്റോക് സാഹിബ്, കറ്റോക് കറ്റോക് രാഗി, കറ്റോക് കറ്റോക്. അതായത്
ബാബ യൂറോപ്യന്മാരെ വെട്ടിക്കളയൂ. ഇതൊരു പാട്ട് മാത്രമല്ല, സത്യവുമായിരുന്നു. 1899 ക്രിസ്മസ് ഈവിൽ ബിർസയും അവന്റെ കൂട്ടുകാരും റാഞ്ചിയും സിംഗ്ഭൂമും ജില്ലകളിൽ 6 പോലീസുകാരെ പ്രദേശങ്ങളിൽ അമ്പുകൾ പ്രയോഗിക്കുകയും ചർച്ചുകൾ കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. 1900 ജനുവരിയിൽ മുണ്ട ആദിവാസികൾ പോലീസിന് തന്നെ അവരുടെ അമ്പുകളുടെ ലക്ഷ്യമായി തിരുത്തി. ഇതോടെ റാഞ്ചിയില് ഭയത്തിന്റെ തരംഗം പടർന്നു. ബിർസ മുണ്ടയും അവന്റെ കൂട്ടുകാരും ഇംഗ്ലീഷുകാരെ നേരിടാൻ ഗെരില്ല പോരാട്ടം സ്വീകരിച്ചു. അർത്ഥം: ബിർസ മുണ്ടയുടെ ഉൽ ഗുലാൻ മഹാവിദ്രോഹം 1100 ചെറിയ നാഗ്പൂർ പ്രദേശത്തെ 550 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തേക്ക് വ്യാപിച്ചിരുന്നു. അതേ വർഷം ഏകദേശം 89 ജമീന്ദാരുകളുടെ വീടുകൾക്ക് തീവച്ചിരുന്നു. ഉദാഹരണമായി, മുണ്ട ആദിവാസികളുടെ വിപ്ലവം അത്രയും ശക്തമായിരുന്നു. റാഞ്ചി ജില്ലാ കളക്ടറെ സൈന്യത്തിന്റെ സഹായം തേടാൻ നിർബന്ധിതനാക്കേണ്ടി വന്നു. മിഷണറി പാദ്രിമാർ രക്ഷപ്പെട്ടു. മതപരിവർത്തനത്തിന്റെ കച്ചവടക്കാര് അവിടുന്ന് പുറത്തു പോയിരുന്നു. ബ്രിട്ടീഷ് സൈന്യവും ബിർസ മുണ്ടയും തമ്മിലുള്ള അവസാനവും നിർണായകവുമായ ഏറ്റുമുട്ടൽ 1900 ജനുവരിയിൽ ഡോംബാരി പാറയിൽ നടന്നു. ഈ പാറയില് ബിർസ മുണ്ട ഒരു പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. അപ്പോൾ തന്നെ ബ്രിട്ടീഷ് സൈനികർ ആക്രമിച്ചു. ഏകദേശം 6000 മുണ്ടകൾ ബിർസയുടെ കൂടെ വില്ലും വാളും കത്തിയും മറ്റായുധങ്ങളും കൈവശം വെച്ച് നിന്നു. പക്ഷേ ഇംഗ്ലീഷുകാർക്ക് തോക്കുകളും പീരങ്കികളും ഉണ്ടായിരുന്നു. അതിനാൽ 400 മുണ്ടകൾ കൊല്ലപ്പെട്ടു. എന്നാൽ ബിർസ പിടിയിലായില്ല. ആ സമയത്ത് ബ്രിട്ടീഷ് സർക്കാർ ബിർസയുടെ തലയിൽ 500 രൂപയുടെ സമ്മാനത്തുക പ്രഖ്യാപിച്ചിരുന്നു. ആ കാലത്ത് അതൊരു വലിയ തുകയായിരുന്നു. പറയപ്പെടുന്നത് പ്രകാരം 500 രൂപയുടെ സമ്മാനത്തുക പ്രഖ്യാപിച്ച ശേഷം സമീപത്തെ മന്മാരു, ജെരിക്കൽ എന്നീ ഗ്രാമങ്ങളിലെ ആളുകൾ ബിർസ മുണ്ടയെ അന്വേഷിക്കാൻ തുടങ്ങി. ഫെബ്രുവരി 3 ഇവർ സെത്രയുടെ പടിഞ്ഞാറ് കാടുകളിൽ ദൂരത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ടു. അവർ അടുത്തു പോയപ്പോൾ കണ്ടത് ബിർസ അവിടെ തന്റെ 2 വാളുകളും ഭാര്യയും കൂടെ ഇരിക്കുകയായിരുന്നു. കുറച്ചുനേരം പിന്നീട് ബിർസ ഉറങ്ങുമ്പോൾ അതേ അവസ്ഥയിൽ തന്നെ ഈ ആളുകൾ ബിർസയെ പിടികൂടി. അവര് ബദ്ഗാവിൽ ക്യാമ്പ് ചെയ്തിരുന്ന ഡെപ്യൂട്ടി കമ്മീഷണറുടെ അടുത്തേക്ക് കൊണ്ടുപോയി ബിർസയെ പിടികൂടിയ ആളുകൾക്ക് 500 രൂപ പണമായി സമ്മാനമായി നൽകി. കമ്മീഷണർ ഉത്തരവിട്ടത് ബിർസയെ ചൈബാസിയിലേക്ക് കൊണ്ടുപോകാതെ റാഞ്ചിയിലേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു. ജയിലിൽ പോകുമ്പോൾ ബിർസ ജനങ്ങളോട് ആഹ്വാനം നടത്തി. അത് ഇന്നും മുണ്ടാരി ജനപാട്ടുകളിൽ പാടപ്പെടുന്നു. ഞാൻ നിങ്ങളോട് എന്റെ വാക്കുകൾ നൽകുന്നു, അതിലെ കളയരുത്. നിങ്ങളുടെ വീട്ടിലോ അങ്കണത്തിലോ അതിനെ സൂക്ഷിച്ചു വയ്ക്കൂ. ഞാൻ പറഞ്ഞത് ഒരിക്കലും മരിക്കില്ല. ഉൽ ഗുലാൽ, ഉൽ ഗുലാൽ. ഈ വാക്കുകൾ ഒരിക്കലും മായ്ക്കപ്പെടില്ല. ഇവ മഴക്കാലത്ത് വളരുന്ന പുല്ല് പോലെ വളരും. നിങ്ങൾ എല്ലാവരും വളരും. ഒരിക്കലും ധൈര്യം നഷ്ടപ്പെടരുത്. ഉൽ ഗുലാലത്തോടെ ജയിൽവാസത്തിനിടെ ബിർസയെ ഒറ്റ കൈവച്ചു. 3 മാസത്തോളം അവരെ ആരെയും കാണാൻ അനുവദിച്ചില്ല. ദിവസവും വെറും 1 മണിക്കൂർ മാത്രമാണ് അവരെ സൂര്യപ്രകാശം കാണാൻ അവരുടെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. ഒരു ദിവസം ബിർസ ഉറങ്ങിപ്പോയി എഴുന്നേറ്റപ്പോൾ അവർക്ക് കഠിനമായ ജ്വരമുണ്ടായിരുന്നു. മുഴുവൻ ശരീരവും അത്യന്തം വേദനയിലായിരുന്നു. അവരുടെ കഴുത്ത് അത്രയും മോശമായിരുന്നതിനാൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. കുറെ അവസാന ദിവസങ്ങളിൽ അവർക്ക് രക്തം ചൊരിയുന്ന ഊമിനിരമ്പലുകൾ തുടങ്ങിക്കഴിഞ്ഞു. 191 ജൂൺ 9 രാവിലെ 9 മണിക്ക് ബിർസ അന്തരിച്ചു. ഡോക്ടറെ വിളിച്ചു. അവൻ മുണ്ടയുടെ നാഡി പരിശോധിച്ചു. അതിനകം അത് നിശ്ചലായിരുന്നു. ബിർസ മുണ്ട മരിച്ചില്ലായിരുന്നു, മറിച്ച് ആദിവാസി മുണ്ടകളുടെ ദൈവം മരിച്ചിരുന്നതാണ്. പറയപ്പെടുന്നത് ബിർസ മുണ്ട മരിച്ചേക്കാം, പക്ഷെ ഒരു ആശയം ജനിച്ചു കഴിഞ്ഞിരുന്നു. പരാജയത്തിൽ നിന്ന് പോരാട്ടം അവസാനിക്കുന്നില്ല, അത് തുടർന്നു നിൽക്കുന്നു. കാരണം മനുഷ്യൻ തുടരുന്നു, നാം തുടരുന്നു. ബിർസ മുണ്ടയ്ക്ക് ആര്യ സമാജത്തിന്റെ ശതശത നമനങ്ങൾ.